അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വഹാബത്തും ഖുർആനും എന്ന എപ്പിസോഡിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാനായ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. മഹാനവറുകൾ ഉവൈമിർ ബിൻ ആമിർ എന്നാണ് മഹാനവറുകളുടെ പേര്. അബൂദ്ദർദാ എന്ന പേരിലാണ് മഹാനവറുകൾ പ്രസിദ്ധനായിട്ടുള്ളത്. ഖസറജി ഗോത്രക്കാരനാണ്. അൻസ്വാരികളുടെ കൂട്ടത്തിൽ അവസാനമായി ഇസ്ലാം സ്വീകരിച്ചവരാണ് മഹാനായ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു. മുമ്പ് ബിംബത്തെ ആരാധിച്ചിരുന്ന ആളായിരുന്നു. മഹാനവറുകൾ ആ ബിംബത്തെ ആരാധിക്കുന്ന ആ സമയത്ത് ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആരാധിച്ചിരുന്ന ആ ബിംബത്തെ തകർക്കുന്നുണ്ട്. എന്നിട്ട് അവർ തിരിച്ചു പോന്നു. ശേഷം അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ ആ ബിംബത്തെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എത്ര നോക്കിയിട്ടും അതിന് കഴിയുന്നില്ല. അപ്പോൾ ആ ബിംബത്തോട് അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുകയാണ്, എന്താണ് നീ ഇങ്ങനെ? നിന്നെ നശിപ്പിക്കാൻ വന്നിട്ടും നീ ഒന്നും തടുക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഒരു വേവലാതി പറയുന്നുണ്ട് ആ ബിംബത്തോട്. ഇത് കേൾക്കുന്ന ഉമ്മുദർദാ, അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഈ ബിംബത്തിന് വല്ല ഉപകാരവും ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് സ്വന്തമായിട്ടത് തടുക്കുമായിരുന്നു. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് ഈ ബിംബം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ വെള്ളം കൊണ്ട് കുളിക്കുകയാണ്. നല്ല വസ്ത്രം ധരിക്കുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോകുന്നുണ്ട്. നബി തങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നബി തങ്ങളുടെ അരികിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നുണ്ട്, അത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുള്ള വരവാണ്, ഞങ്ങൾ ബിംബം പൊളിച്ചതല്ലേ, അത് അന്വേഷിച്ചിട്ടുള്ള വരവാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകാൻ വരികയാണ്. എൻ്റെ റബ്ബ് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകും എന്ന്. അങ്ങനെ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു വരുന്നു. ശേഷം മുസ്ലിം ആവുകയും ചെയ്യുന്നു. ആ മഹാനായ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പങ്കെടുക്കുന്നുണ്ട്. അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിക്കുന്നുണ്ട്, നിഅമൽ ഫാരിസ് ഉവൈമിർ, വല്ലാത്ത പോരാളിയായിട്ടുണ്ടല്ലോ വല്ലാത്ത പോരാളിയായിട്ടുണ്ടല്ലോ ഈ അബൂദ്ദർദാ എന്ന ഒരു പ്രശംസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ശേഷമുള്ള എല്ലാ യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹു പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിറുകളെയും അൻസ്വാരികളെയും സഹോദരങ്ങളായിട്ട് കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ് സഹോദരനായിട്ട് അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാനായ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാം, അവിടുന്ന് ധാരാളം ഇബാദത്തുകൾ, എല്ലാ സമയത്തും ഇബാദത്തുകളിൽ മുഴുകി ഇരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് മഹാനവറുകളോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരൊക്കെ അവർ മുമ്പേ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരല്ലേ, അവർക്ക് എന്നേക്കാൾ എത്രയോ സമയം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് മുന്തിയവരാണ്, ബദർ യുദ്ധത്തിലൊക്കെ അവർ പങ്കെടുത്തിട്ടില്ലേ എന്നുള്ള ഒരു മറുപടി ആയിരുന്നു അവിടുന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ സമയത്തും ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരു ജീവിതമായിരുന്നു മഹാനവറുകൾക്കുണ്ടായിരുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സൽമാനുൽ ഫാരിസി തങ്ങളെ കണ്ടപ്പോൾ അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മുദർദാ, ഖൈറ എന്നാണ് മഹദിയുടെ പേര്, മഹദി പറയുന്നുണ്ട്, അബൂദ്ദർദാ ഇപ്പോൾ ദുനിയാവിൽ ഒരാവശ്യവും ഇല്ല, എൻ്റെ അടുക്കലൊന്നും വരുന്നില്ല, എപ്പോഴും ഇബാദത്തിലായിട്ട് പകൽ സമയത്ത് നോമ്പ് നോറ്റും രാത്രി ഖുർആൻ പാരായണത്തിലും നിസ്കാരത്തിലും ഒഴുകി എല്ലാ സമയത്തും ഇബാദത്തിലാണ് എന്നിങ്ങനെ വേവലാതി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദ്ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നമുക്ക് അള്ളാഹുവിനോട് ഒരുപാട് ബാധ്യതകളുണ്ട് വീട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തോടുണ്ട്, നമ്മുടെ കുടുംബത്തിനോടുണ്ട്, ഭാര്യയോടുണ്ട്, മറ്റുള്ള ഒരുപാട് ആളുകളോട് നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ വീട്ടലോടുകൂടെ തന്നെ ഈ ബാധ്യതകളും നാം വീട്ടാൻ അർഹരാണ് എന്ന് പറഞ്ഞ്
മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സദക്ക സൽമാൻ സത്യമാണ് പറഞ്ഞത് എന്ന രൂപത്തിൽ ഒരു പ്രശംസയും അതിന് ലഭിച്ച സംഭവം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും ആ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു സവിശേഷതയായിരുന്നു എല്ലാ സമയത്തും വല്ലാതെ ചിന്തയിലുള്ള ഒരു ജീവിതം. അള്ളാഹുവിനെ ഓർത്ത്, അവൻ്റെ സൃഷ്ടികളെ ഓർത്ത്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഓർത്ത് എല്ലാ സമയത്തും ആലോചനയിൽ മുഴുകുന്ന ഒരു രീതിയായിരുന്നു മഹാനവറുകൾക്കുണ്ടായിരുന്നത്. മഹദിയായ അവിടുത്തെ ഭാര്യയോട്, ഖൈറ ബീവിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അത്തഫക്കുറു വൽ ഇഅ്തിബാർ, നല്ല ചിന്തയും ആലോചനയും. അതായിരുന്നു മഹാനവറുകളുടെ ഏറ്റവും വലിയ അമല് എന്നാണ്. മഹാനവറുകൾ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു നിമിഷത്തെ ചിന്ത ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ന രൂപത്തിൽ മഹാനവറുകൾ ഒരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഹിജറ 32-ാം വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ദിമിഷ്കിൽ വെച്ചാണ് മരണപ്പെടുന്നത്. വലിയ പണ്ഡിതനാണ്, വലിയ സൂഫി വര്യനാണ്, ധാരാളം ഇബാദത്തുകളിലും മറ്റുമായി മുഴുകിയ മഹാനാണ്. ഇൻഷാ അല്ലാഹ് മഹാനവറുകളെക്കുറിച്ച് വരും ക്ലാസ്സുകളിൽ നമുക്കിനിയും പഠിക്കാം. നാഥൻ തുണക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.